ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാട്ടിലുള്ള വീഡിയോസ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മുഴുവനും ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നാട്ടിലെ വീഡിയോയും മറ്റേ എന്താ പറയുക ഇവിടുത്തെ ഡൽഹിയിലെ വീഡിയോയും കൂടി മിക്സ് ആട്ടോ അപ്പോൾ ഞാൻ ഇടുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. മാമൻ്റെ വീട്ടിൽ വന്ന സമയത്ത് മാമി നല്ല സൂപ്പർ മീൻകറിയും നല്ല കപ്പയും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം മീൻ മുളകിട്ടതും കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അതൊക്കെ നല്ലോണം വയറ് നിറച്ച് കഴിച്ചിട്ട് അപ്പോൾ മാമീൻ്റെ ആട് പ്രസവിച്ചിട്ടുണ്ട്. അപ്പം മാമി അതിന് പുല്ലും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ട് മാമി അതിനെ പുറത്തേക്ക് ആക്കിയതാട്ടോ. അപ്പോൾ അതായത് ഒരു ക്യൂട്ട് ആടും കൂട്ടിൻ്റെ അപ്പം നല്ല ഇങ്ങനെ എന്താ പറയുക തുള്ളിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പുറത്തേക്ക് ആക്കി. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് കോരി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനാണ് എടുത്തിട്ട് അത് തുള്ളി കളിക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ ഒതുങ്ങി കിട്ടുന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ വാരി ആ കയ്യിലെടുത്തിട്ട് അപ്പം ഞാൻ പറയും ചെയ്തു എൻ്റെ മോള് ഇവിടെ ഉണ്ടെങ്കിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ മോൾ 1-2 പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ ഇങ്ങനെ ആട് പ്രസവിച്ച സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ അന്നും ഉണ്ടായിരുന്ന 1-2 ആടുംകുട്ടികൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതിനെ എടുത്ത് ഇതാ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ കുറേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാമി ഇങ്ങനെ പുറത്തേക്ക് അതിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ വീട് വയലും കുളവും തോടും ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം, നല്ല പച്ചപ്പായിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സുഖമല്ലേ. അപ്പോൾ ആ വയലിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പുല്ലൊക്കെ വന്ന് തോട്ടിലൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തോടൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് നല്ലൊരു ഇതാണ്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നേ. കാരണം മഴയൊക്കെ പെയ്ത് നല്ല പുല്ലുകളൊക്കെ വളർന്ന് അപ്പം ആടിനെ കൊണ്ട് കെട്ടാനൊക്കെ സുഖമാണല്ലോ മാമിക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാമൻ്റെ വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയ സമയത്ത് തിരിച്ച് വന്നപ്പോൾ മോൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു അമ്മയെ വിശക്കുന്നു എന്തെങ്കിലും വേണമെന്നാണ്. അപ്പോൾ വൈകുന്നേരമായി, അപ്പോൾ ചായക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2-3 സവോള ഉണ്ടായിരുന്നേ. അപ്പോൾ ആ 2-3 സവോള എടുത്തിട്ട് ഞാനൊരു ഉള്ളിവടയല്ല പക്കുവടയാണോ വെച്ചാൽ പക്കുവട, ഏത് പേര് വേണേൽ നമുക്ക് ഇഷ്ടമുള്ള ഇടാം. അങ്ങനെ കണക്കിൽ ഞാനതെല്ലാം ഉള്ള മസാലയും പൊടികളും ഒക്കെ കൂടെ ഇട്ടിട്ട് ഞാനൊരു പൊക്കോട പോലെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയത് പെട്ടെന്ന് സംഭവം കഴിയുമല്ലോ. അപ്പം അവന് ഭയങ്കര വിശപ്പും പെട്ടെന്ന്, പിന്നെ നല്ല മഴയല്ലേ, നല്ല മഴയത്ത് നല്ല പൊക്കോടയും നല്ല ക്രിസ്പി ആയ പൊക്കോടയും ചായയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് വിശക്കുന്നോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് നല്ല പൊക്കവടയും ഒക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ചായയും ഉണ്ടാക്കി പൊക്കവടയും ഉണ്ടാക്കിയേ. അപ്പോഴും ഞാൻ മോനോട് പറഞ്ഞ മോനെ ഞാൻ പൊക്കവട ഉണ്ടാക്കുമ്പോഴത്തേക്കും മോൻ പോയിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മമ്മേനെയാണ് ഈ വിളിക്കാൻ പറഞ്ഞത്. അപ്പോൾ അമ്മമ്മ നല്ല സുഖത്തിൽ കിടന്നുറങ്ങുകയാണ്, നല്ല മഴയല്ലേ. അപ്പോൾ ആ നല്ല മഴയായതുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ചിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു മോനെ ഒന്ന് വീട്ടിൽ പോയി വിളിക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പം വീട്ടിൽ പോയിട്ട് മോൻ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ പൊക്കുവടയും ചായയൊക്കെ ഞാൻ സിറ്റൗട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിൽ ചായയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ നല്ല സുഖം കേട്ടോ. അങ്ങനെ നല്ല മഴയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമല്ലേ പൊക്കുവട. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവച്ചിട്ട് മോനത് അപ്പോഴേക്കും അമ്മേനെ ഉറക്കത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് മഴയെ ആസ്വദിച്ച് അങ്ങനെ ചായയും പക്കോടയൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഞാൻ കുറേ കഥകളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം അന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം മോളെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഫാദേഴ്സ് ഡേക്ക് മോളൊരു ഗിഫ്റ്റ്, ഇവിടെ ഡൽഹിയിൽ അച്ഛനും മോളും ആദ്യം പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പം മോളൊരു ഗിഫ്റ്റ് അച്ഛന് വാങ്ങിക്കൊടുത്തപ്പോൾ ആ ഗിഫ്റ്റ് വീഡിയോ കൊടുക്കുന്നത് മോള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മോള് വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ.